നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒക്ടോബർ 30 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആൻസർ കീ നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു, അതായത് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞിരുന്നത്, അതായത് കുറേ ക്വസ്റ്റ്യൻസ് കൂടുതലും സ്റ്റേറ്റ്മെന്റ് വിഭാഗത്തിൽ പെട്ടത് വന്നു, അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ബുദ്ധിമുട്ടാവുമ്പോഴേ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട, കട്ട് ഓഫ് കുറയുകയായിരിക്കും ചെയ്യുകയുള്ളൂ. അപ്പൊ എന്തായാലും എത്ര മാർക്ക് കിട്ടും എന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? എത്രാമത്തെ പദമാണ് 78? എത്രാമത്തെയാണ്? 16ാമത്തെയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ആൻസേഴ്സ് പറയുമ്പോൾ ഏതെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷുവർ ആണ് അതിന്റെ ആൻസർ എങ്കിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്, നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പെട്ടെന്ന് സൊല്യൂഷൻസ് ചെയ്യുന്നത് ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇനി ലഘൂകരിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 0.82 0.2 ഹോൾ റൈസ് ടു 4 ഇൻറ്റു 0.27 ഡിവൈഡഡ് ബൈ 0.03 ഹോൾ ക്യൂബ് ആയിരുന്നു. അത് ലഘൂകരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 16 അതിൻ്റെയും ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അവ 3:5 എന്ന 3:5 എന്ന അനുപാതത്തിലാകും എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്താനായിരുന്നു. എത്രയാണ്? 20 10 സംഖ്യകളുടെ ശരാശരി 12. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 9 ആൻസർ. 3x-x-y = 2187 അതുപോലെ 3x+y = 243 ആണെങ്കിൽ എക്സിന്റെ മൂല്യമാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ മൂല്യം 6 ആണ്. അടുത്ത ചോദ്യം, ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. അതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നുമല്ല. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന്റെ ഉദാഹരണം? മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന്റെ ഉദാഹരണം ഏതാണ്? ഏറ്റവും ചെറിയ ജോലി ആദ്യം. ഏറ്റവും ചെറിയ ജോലി ആദ്യം. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. ഇതെല്ലാം IT വിഭാഗത്തിൽ വരുന്നതാണ്. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായിട്ട് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള നെറ്റ്വർക്ക് ടോപ്പോളജി ഏതാണ്? സ്റ്റാർ ആണ്. റോമൻ നമ്പർ സിസ്റ്റം എന്നത് എന്താണ്? സ്ഥാനപരമായ ഒരു നമ്പർ സിസ്റ്റമാണ്. സ്ഥാനപരമായ നമ്പർ സിസ്റ്റമാണ്. ഫ്ലോ ചാർട്ട് ഒരു തരം എന്താണ്? ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ഒരു തരം ദ്വിമാന ഗ്രാഫിക്സ് ആണ്. ദ്വിമാന ഗ്രാഫിക്സ്. കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ കാണാതായ പദം കണ്ടെത്തുക. കാണാതായ പദം 3, 15, പിന്നെ ഒരു പദം മിസ്സിംഗ് ആണ്, ഒരു ഡിജിറ്റ് മിസ്സിംഗ് ആണ്. ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 255 പിന്നെ 1023 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആൻസർ 63 ആണ് വരുന്നത്. തോക്ക്, ബുള്ളറ്റ്, ചിമ്മിനി, അതിൽ വരുന്നത് പുകയാണ്. തോക്കിൽ നിന്ന് വരുന്ന ബുള്ളറ്റും ചിമ്മിനിയിൽ നിന്ന് വരുന്നത് പുകയും. ഒറ്റയാനെ കണ്ടെത്തുക. ഇതില് 13ാമത്തെ ആൻസർ വരുന്നത് 964 ആണ്. ഒരു പ്രത്യേക കോഡ് പ്രകാരം ടീച്ചർ എന്നത് YJFHMJW എന്ന് എഴുതാം എങ്കിൽ അതേ കോഡ് പ്രകാരം എഡ്യൂക്കേഷൻ എന്നത് എങ്ങനെ എഴുതും? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒക്കെ നമുക്ക് സോൾവ് ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നീട് ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും മാർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൻസർ കീ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഹാഷ് എന്നത് ഇൻടു ആണെങ്കിൽ, അറ്റ് എന്നത് ഡിവൈഡഡ് ബൈ ആണെങ്കിൽ, അതുപോലെ ഈ ഒരു റേസ് ടു എന്നത് പ്ലസ് ആണെങ്കിൽ, അതുപോലെ ഈ ഒരു സിമ്പിൾ വി പോലത്തെ സിമ്പിൾ വരുന്നത് മൈനസ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിന്റെ വില കണ്ടെത്താൻ പറഞ്ഞിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ വില വരുന്നത് 9 ആണ്. ദാശാല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആരാണ്? ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് അക്ബർ ആണ്. അക്ബർ. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഇപ്പൊ നമ്മൾ സമഗ്രയിൽ പഠിച്ചിരുന്നു. അപ്പൊ താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻ.
ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം തന്നിട്ടുണ്ട്. അപ്പൊ 18ാമത്തെ ചോദ്യം, ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790-ലെ ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഇത് ഏതാണ്? രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏതൊക്കെയായിരുന്നു? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്ത ചോദ്യം ഒരു പ്രോബ്ലം ആണ്. എഡ്വിൻ 11 മണിക്കൂറിൽ ഒരു യാത്ര പൂർത്തിയാക്കുന്നു. യാത്രയുടെ ആദ്യത്തെ പകുതി 20 കിലോമീറ്റർ പെർ മണിക്കൂർ, രണ്ടാം പകുതി 24 കിലോമീറ്റർ പെർ മണിക്കൂർ. എഡ്വിൻ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ കണക്കാക്കാനാണ് 240 ആണ്. അടുത്തത് വർക്ക് ആൻഡ് ടൈം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ ഒരു പുരുഷൻ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്നായിരുന്നു ചോദ്യം. 36 ദിവസം. 5.2 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ലോഹഗോളം ഉരുക്കി 5.2 സെന്റിമീറ്റർ ആരമുള്ള ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നു. സിലിണ്ടറിന്റെ ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. 5.2 ആണ്. കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, നിവിൻ 500 രൂപ കൊടുത്ത് ഒരു വാച്ച് വാങ്ങി. ശേഷം 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. ഷിനോയ് അത് 20% നഷ്ടത്തിൽ ജനുവിനും, ജനു 10% നഷ്ടത്തിൽ ജീവനും മറിച്ചു വിറ്റു. എങ്കിൽ ജീവൻ വാച്ചിന് കൊടുത്ത വിലയാണ് ചോദിച്ചിരിക്കുന്നത്. 396 രൂപയാണ്. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം മാത്രമാണ്. താഴെ പറയുന്ന ഡേറ്റിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. ഈ നോക്കുക. ഇതിൽ NNPയുടെ വിപണി വില, പരോക്ഷ നികുതി, സബ്സിഡി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. രൂപ 4800 കോടി. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ? ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എല്ലാം ശരിയാണെന്നാണ്. ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർച്ച് ആവശ്യങ്ങൾ, തുറന്ന വിപണി പദ്ധതികൾ. 29ാമത്തെ ചോദ്യം, ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ആരോഹണക്രമം, കാലക്രമ പട്ടിക ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 29ാമത്തെ ചോദ്യം 2, 3, 4, 1 ആ ഓർഡറിലാണ് വന്നിരിക്കുന്നത്. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ് എന്നാണ് ചോദ്യം. എന്താണ്? ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിന്റെ കണ്ടുപിടുത്തത്തിനും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2021 ദേശീയ സംയോജനത്തെ കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏതാണ്? 31ാമത്തേത് താജ്മഹൽ ആണ് ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ. കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ ഇൻട്രാനേസൽ ആണ്. സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വികസിപ്പിച്ചത് എന്നാണ്. ഇതില് 1ാമത്തെ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളൂ. മാണിക ബത്ര താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാണിക ബത്ര ടേബിൾ ടെന്നീസ് ആണ്. ഓപ്ഷൻ സി. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആരാണ്? ആനന്ദ് നീലകണ്ഠൻ. ഓപ്ഷൻ ഡി. ആരാണ് വള സമുദായ പരിഷ്കരണീ സഭ ആരംഭിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. രാം മാധവന്റെ പുത്രന്റെ സഹോദരനാണ് എങ്കിൽ റാം മാധവന്റെ ആരാണ്? റാം മാധവന്റെ പുത്രന്റെ സഹോദരനാണെങ്കിൽ റാം മാധവന്റെ കൊച്ചുമകൻ. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ 7:10, ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയമാണ് 4:50. ഒരു ഘടികാരത്തിന്റെ മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണിന്റെ അളവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നു? 210. ഫെബ്രുവരി 1, 2008 ഒരു ബുധനാഴ്ചയാണെങ്കിൽ മാർച്ച് 4, 2008 ഏത് ദിവസമായിരിക്കും? ഞായറാഴ്ച. P എന്നത് ക്യൂബിന്റെ തെക്കു ഭാഗത്തും R എന്നത് ക്യൂബിന്റെ പടിഞ്ഞാറു ഭാഗത്തുമാണെങ്കിൽ P R-ന്റെ ഏത് ദിശയിലായിരിക്കും? തെക്ക് കിഴക്ക്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം ഏതാണ്? 1969. ലോക ജലദിനം എന്നാണ് വരുന്നത് മാർച്ച് 22. 2008 IT ആക്ട് 66A വകുപ്പ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. സീറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായാണ്?
COVID-19 ആന്റിബോഡി പരിശോധന. ലൂയി പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്? റാബീസ്. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? പ്രസ്താവന മുഴുവൻ വായിക്കുന്നില്ല, മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന ആൻസർ വന്നിട്ടുണ്ടോ നോക്കുക. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? പെരിയാർ നദിയുടെ പോഷക നദികൾ വന്നിരിക്കുന്നത് ഇതില് മംഗലപ്പുഴയും ഇടമലയാറും മാത്രമാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ആൻസർ. അടുത്തത് ലിസ്റ്റിലെ പേരുകൾ ചേരുമ്പടി ചേർത്ത് താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതില് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഇവിടെ വരുന്ന പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് ഇൻഡസ് ടു സത്ലജ് ആണ്. അതുപോലെ കുമോൺ ഹിമാലയം എന്ന് പറയുന്നത് ഏതാണ്? സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയം ടിസ്മ ടു ബ്രഹ്മപുത്ര. ആസാം ഹിമാലയം വരുന്നത് കാളി ടു ടിസ്മ. സോറി, ഇവിടെ ഒരു മാറിപ്പോയി. നേപ്പാൾ ഹിമാലയം കാളി ടു ടിസ്മയും ആസാം ഹിമാലയം ടിസ്മ ടു ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഈ പറഞ്ഞ മർദ്ദ വ്യത്യാസങ്ങളും കോറിയോലിസ് എഫക്റ്റും ഘർഷണവും എല്ലാം ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കും. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്ര ഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ശരിയായത് 1ഉം 2ഉം ശരിയാണ്. 2ഉം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവന ഇതില് പാശ്ചാത്യ സാന്നിധ്യത്തിൽ മധ്യവർഗമാണ് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയോടൊക്കെ വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. 1ഉം 2ഉം അതാണ് ആൻസർ വരുന്നത്. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര്? അഭിനവ ഭാരത യുവക സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം അല്ലെങ്കിൽ ശരിയായ മാച്ചിങ് ആയിട്ടുള്ളത് ഏതാണ് തിരഞ്ഞെടുക്കുക. 1ഉം 2 ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം ജയലക്ഷ്മി, ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി ആണ്. അപ്പൊ ഈ 2ഉം 3ഉം മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ വരുന്നിരിക്കുന്നത് 1ഉം 2ഉം മാത്രമാണ് ശരി. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനും സെക്കൻഡ് ആണ്. ഈ 2 പ്രസ്താവനകൾ കറക്റ്റ് ആണ്, 1ഉം 2ഉം. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകളും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് PDF പതിപ്പ് ഏതാണ്? അതിന്റെ PDF പതിപ്പ് വരുന്നത് ePIC ആണ്. ePIC. ഇലക്ടറൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ് വരുന്നത്? ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന, അതായത് വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാകരുത്, ഗവൺമെന്റിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടരുത്, ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിലെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. ഇതൊക്കെയാണ് അധികാരങ്ങളുടെ വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണ്. ആമുഖത്തിലാണിത് പറയുന്നത്. അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ഹിന്ദി. ഏതാണ് പോക്സോ എന്നാണ് ഇവിടെ വേണ്ടത്. ശരിയായിട്ടുള്ളത് ഏതാണ് വരുന്നത്? ഇതില് കഴിഞ്ഞ ദിവസം നമ്മൾ പോക്സോ അതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം എല്ലാം വരുന്നുണ്ട്. കുട്ടികളെ സംരക്ഷണത്തിന് പ്രത്യേക നിയമം, പോക്സോയ്ക്ക് ലിംഗഭേദമില്ല, കേസുകളുടെ ഇൻ ക്യാമറ ട്രയൽ, സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? ജസ്റ്റിസ് KT തോമസ്. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിന്റിംഗ് എവിടെയാണുള്ളത്? രാജസ്ഥാൻ. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ
കലാരൂപമേത്? മുടിയേറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. ആ ഒരു കാര്യം ഓർത്തുവെക്കുക. അതിനകത്ത് ചിഹ്നങ്ങൾ അനുവദിക്കാം, വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കാം, തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കാം. എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്നൊരു തീരുമാനം എടുക്കാൻ അവകാശമില്ല. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഏത് സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? വരുന്നത് ഈ പറഞ്ഞ ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ഇതിന്റെ എല്ലാത്തിനും വരുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. തെറ്റായതെന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്, അത് കറക്റ്റ് ആണ്. ഈ രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് അത് തെറ്റാണ്. അതുപോലെ അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ 2ഉം 3ഉം നമുക്ക് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൗലിക അവകാശങ്ങൾ എന്നാൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? സമ്പൂർണമായവ. ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ഓപ്ഷൻ എ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്ത് താഴെ പറയുന്നവയിൽ ഏതു വഴിയാണ്? 74ാം ഭരണഘടനാ ഭേദഗതി. 71 ഈ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഇൻ ഓർഡർ ടു ട്രാവൽ യു നീഡ് എ പാസ്പോർട്ട് ഡാഷ് യു മൈറ്റ് നീഡ് എ വിസ ഇമ്മ്യൂണൈസേഷൻ ജാംസ് ആൻഡ് ഫുൾഫിൽ ക്വാറന്റൈൻ കണ്ടീഷൻസ്. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കണക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതില് ഇൻ അഡീഷൻ I have seen her dash times this year but not very often. Complete the sentence using the right ആയിട്ടുള്ളത് ഏതാണ്? A few. Option C. When I go to the hospital she dash sit in the waiting room. Choose the correct tense form. When I go to the hospital she dash waiting in the room എന്നാണ് പറഞ്ഞിരിക്കുന്നത്. She was sitting. I will wait until I dash see him. Choose the correct tense form. അത് ഓപ്ഷൻ എ തന്നെയാണ്, സി എന്ന് തന്നെയാണ്. അടുത്ത 75th ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു 4 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. റീ അറേഞ്ച് ദ ജംബിൾഡ് സെന്റൻസസ് ഇൻ എ ലോജിക്കൽ മാനർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഓർഡർ എന്ന് പറഞ്ഞാൽ 3, 2, 1, 4 എന്നാണ്. അതായത് വി ആർ ഗോയിങ് ഓൺ എ ഹോളിഡേ ടു ദ സീ കോസ്റ്റ്. മൈ മം സേസ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ. ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദ ഡാഷ്. I tried to thread the cotton through the dash of the needle. Okay, അപ്പോൾ ഇത് വരുന്നത് ഐ എന്നാണ്. The ball hit me straight in the eye. രണ്ടും വേറെ സെന്റൻസ് ആണ്. I tried to thread the cotton through the dash of the needle, eye of the needle. Great oaks from little acorns grow. What is the meaning of this proverb? Great oaks from little acorns grow. Okay, അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എല്ലാ വലിയ കാര്യങ്ങളും ചെറുതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ എന്നാണ്. ഹി ഈസ് എ ഡാഷ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ഹി ഈസ് എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. കംപ്ലീറ്റ് ദ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ. ഐ വെയിറ്റഡ് ഡാഷ് 9 o'clock ആൻഡ് ദെൻ വെന്റ് ഹോം. വരുന്നത് അൺടിൽ 9 o'clock. യു ഹാവ് ടു, ഓപ്ഷൻ ഡി ആണ് ആൻസർ. യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ഡാഷ് ദ കോഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് കോഴ്സ് എടുക്കുന്നത്? ടു പാസ്. മൈ ഡോട്ടർ ഈസ് ക്വൈറ്റ് ഷൈ ഡാഷ് ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ദ ബാഡ്മിന്റൺ കോർട്ട്. However, identify the correct spelling. ഇതിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കൊളോക്കിയൽ എന്നാണ് വേണ്ടത്. ഓപ്ഷൻ എ. ഡാഷ് വാർ നെവർ സോൾസ് എനിത്തിങ്. ഏതാണ്? ചൂസ് ദ റൈറ്റ് ഡിറ്റർമിനർ. എ വാർ. The train will arrive at the station at dash 6:15 p.m. Choose the right adverb. Exactly. Rosa Parks was thrown off the Montgomery bus for refusing to give up her seat to a white passenger. Which definition fit the phrase thrown off in the above sentence? Okay, ഏതാണ്? To make someone fall down suddenly. They can't decide dash to travel north dash south. Use the right connective. ഇവിടെ വരുന്നത് they can't decide whether to travel north or south എന്നാണ്. ഓപ്ഷൻ സി is the right answer. Write the synonym of akin. അക്കിന്റെ സിനോണിയം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? സിമിലർ എന്നൊരു മീനിങ് ആണ് വരുന്നത്. I don't know if he is coming. Here if is used to express a doubt. Option D.
The house is so dirty, I really must clean it. What is the use of the modal auxiliary? Modal auxiliary വരുന്നത് ഇവിടെ വരുന്നത് എന്തിനാണ്? To express the obligation. I really must clean it. അപ്പോൾ ഇതിൽ വരുന്നത് to express the obligation. He dashed a large bill at the shopping center yesterday. So shopping center yesterday, she ran up a large bill. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം. അപ്പൊ ഇനി മുതൽ മലയാളം ചോദ്യങ്ങളാണ്. മലയാളം ചോദ്യങ്ങൾ പൊതുവെ എളുപ്പമായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വമ്രിയാണ്. വിപരീത പദം എഴുതുക. രസം. വിപരീത പദത്തിന് രസം എന്താണ് വരുന്നത്? നീരസം. സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം മിടുക്കന്മാർ. പിരിച്ചെഴുതുക. ഇന്നീ. ഇന്നീ ഏതാണ് വരുന്നത്? ഇന്ന് പ്ലസ് ഇ ആണ്. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക. ഇലയിട്ട് ചവിട്ടുക. യാചകൻ എതിർലിംഗം. യാചകൻ എതിർലിംഗം ഏതാണ്? യാചകി. ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ അതേതാണ് വരുന്നത്? അതനുസരിച്ച്. ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം. ഗുരുവിന്റെ ഭാവം ഗൗരവം. ശരിയായ പദം ഏത്? ശരിയായ പദം അവധൂതൻ. ഇതാണ്. ഇതൊക്കെ നമ്മൾ കുറെ ക്ലാസ്സുകളായിട്ട് മലയാളത്തിന്റെ ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റിലുണ്ട്. നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്, നിങ്ങൾ റെഫർ ചെയ്യാം. ശരിയായ വാക്യം ഏത്?